ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയയുടെ പോക്ക് കാണുമ്പോൾ ദയക്ക് ഭ്രാന്താണെന്ന് തന്നെ ഉറപ്പിച്ചല്ലോ. ഇതേ സമയം ഈ വാക്കുകൾ ഇങ്ങനെ പറയണം, അവൾക്ക് ഭ്രാന്താണ്, അവൾക്ക് ഷോക്കാണ് കൊടുക്കുന്നത്, അവളെ ഇവിടെ താമസിപ്പിക്കില്ല, ഈ കത്തിയും മരിവാളും മടാളൊക്കെ ഇവിടെ നിന്നും എടുത്തു വെക്കാനിതേ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയണതേ അവൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത്, അതായത് നമ്മുടെ ശബരിയുടെ ഭാര്യ. അവളെക്കുറിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ നീ പറയാതെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കും മോനെ, നീ ദയയുടെ അടുത്തോട്ട് ചെല്ലേന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ദയയുടെ അടുത്തോട്ട് ശബരി ചെല്ലാണ്. ശബരി ചെല്ലുമ്പോൾ ദയാണെങ്കിൽ ഉണ്ണിക്കുട്ടാ എന്താണ് എൻ്റെ അമ്മയുടെ മോൻക്ക് പാല് വേണോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ കൊഞ്ചിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദയയുടെ സ്വഭാവം കാണുമ്പോൾ ശബരിക്കും ആശങ്ക വന്നു. അതുകൊണ്ട് തന്നെ ശബരി ദയയോട് പറയണേ, നീ ഇപ്പോൾ പഞ്ചരത്നത്തിൽ പോയതാണ്, ഇതിനെല്ലാം കുഴപ്പമെന്ന് പറയുമ്പോൾ എന്ത് കുഴപ്പം, പഞ്ചരത്നത്തിൽ പോയി എന്ന് വെച്ച് എനിക്ക് എന്ത് കുഴപ്പമാണുള്ളത്? അല്ല, നീ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതും തണലിൽ പോയിട്ട് ആ ചികിത്സ നിനക്ക് തരേണ്ടി വന്നതും നിങ്ങളെല്ലാവരും എനിക്ക് ഭ്രാന്താണെന്നല്ലേ വിചാരിച്ചിട്ടുള്ളത്? എനിക്കൊരു ഭ്രാന്തുമില്ല, എന്നെ നിങ്ങൾ മനഃപൂർവ്വം അവിടെ കൊണ്ടുപോയിട്ടതാണ്. അയ്യോ ദയേ, അതൊരു മെൻ്റൽ ഹോസ്പിറ്റലൊന്നും തന്നെയാണ്. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ശബരിയോട് ദയ പറയണേ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭ്രാന്തിയാക്കണം, ഞാനൊരു രോഗിയാണെന്ന് വരുത്തി തീർക്കണമെന്ന് എനിക്ക് യാതൊരു കേടുമില്ല, യാതൊരു കുഴപ്പമില്ല. ഇവിടെ ധനേട്ടൻ്റെയും എല്ലാവരുടെയും പെരുമാറ്റം കണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ചില പ്രശ്നങ്ങളിലൂടെയാണ് അവരെന്നെ കാണുന്നത്. സംഭവം സത്യം തന്നെയാണ്, എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആവുന്നില്ല. നിങ്ങൾ പറയുന്ന ആ ഭ്രാന്തൊന്നും എനിക്കില്ല, കാരണം ചില പ്രശ്നങ്ങൾ എന്നിലുണ്ട് എന്ന് പറയാനിട്ടാ. ഇത് കേൾക്കുന്ന ശബരി പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കുന്നത് എന്തിനാണ്? നീ എന്തിനാ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് എനിക്കറിയില്ല, എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ കന്യാശ്ശേരി മനയിൽ നിന്ന് അവനെ കണ്ടില്ല, അതിന് ശേഷമാണ്. അത് കേൾക്കുന്ന ശബരി പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, നിന്നോട് തണലിലെ ഡോക്ടറൊക്കെ എന്താ പറഞ്ഞത്? അങ്ങനെ ഒരാളില്ല, അയാൾ മരിച്ചിട്ടുണ്ട്. അത് കേട്ട ഉടനെ ദയ പറയും, ഞാൻ നിങ്ങളോട് സത്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അവൻ്റെ ഉപദ്രവം, അതായത് നന്ദുവിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് മനസ്സിലാക്കി രഘുവേട്ടനോ ശബരിയേട്ടനോ അവനെ ടെറസിൽ നിന്ന് താഴെ വീണ് കൊല്ലുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ ആത്മാക്കളെ കാണുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ശാപം കിട്ടിയ മരണമാവുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അത്ര അവർ നമ്മുടെ മുന്നിലോട്ട് വരിക. അങ്ങനെ എന്തെങ്കിലും ശബരിയേട്ടൻ്റെ അടുത്തോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാത്ത സംസാരം വേണ്ട, അവനെല്ലാന്ന് നിന്നോട് തണലിൽ നിന്ന് പറഞ്ഞു തന്നില്ലേ, ഞങ്ങളും കണ്ടതാണ്, അത് നന്ദുവിൻ്റെ ഇരട്ട സഹോദരനായ മിഥുനാണ് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അത് എൻ്റെ മനസ്സിനെ അംഗീകരിക്കാൻ ഞാനും പഠിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സത് അംഗീകരിച്ച് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ദയ അവിടെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കേട്ട ഉടനെ തന്നെ ശബരി പറയാണ്, എന്തായാലും പോട്ടെ, എന്തോ ശബരിയേട്ട എനിക്കൊന്ന് കിടക്കണം, വല്ലാത്തൊരു തലവേദന, വല്ലാത്തൊരു തലച്ചുറ്റം, മനസ്സ് വല്ലാതെ കൈവിട്ടു പോകുന്നു, ദേഷ്യവും ഇതൊക്കെ എന്നിലുണ്ട്, എങ്കിലും കൂടി എനിക്ക് കൈവിട്ടു പോകുന്നു. ഞാൻ അപ്പോഴും നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ പഞ്ചരത്നത്തിലോട്ട് കൊണ്ടുവാക്കിക്കോളൂ എന്ന്? എന്താ ദയ നീ ഇങ്ങനെ സംസാരിക്കുന്ന? പഞ്ചരത്നത്തിൽ പോയാൽ നമ്മുടെ ബിസിനസ് ആര് നോക്കും? ബിസിനസ് വേണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ? എന്നും നിൻ്റെ കൂടെ ഞാൻ പഞ്ചരത്നത്തിൽ നിന്നാൽ മതിയോ? എന്താ നീ ഇങ്ങനെ? ഇവിടെ ആരുമില്ല, എനിക്ക് ആകെ പ്രശ്നമാവുന്നു. എന്താ ദയ നീ പറയുന്നത്? ഇവിടെ ആരില്ല എന്നാ പറയുന്നത്? അച്ഛനില്ലേ, ധനേട്ടനില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാസന്തി ചേച്ചി വരും, ഈ പറയുന്ന അനിതേച്ചിയില്ലേ, പിന്നെ എന്താ നമ്മുടെ മോൻ ഇവിടെ എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അവൻ ഹാപ്പിയാണ്, കാരണം അവനൊരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. പിന്നെ എന്താ നിനക്കൊരു കുറവ് ഇവിടെ വരുമോ? ഒരിക്കലും വരില്ല ദയ, നീ വാ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കിടക്കണം ശബരിയേട്ടാ, അതിനെന്താ വാ എന്ന് പറഞ്ഞിട്ട് ദയയെ കെട്ടലിൽ കൊണ്ടേ കിടത്തുമ്പോൾ കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ദയ ആകെ ചുരുണ്ടുകൂടി, മനസ്സ് ആകെ പിടിവിട്ടു പോയതുപോലെയുള്ള ആ ഒരു കാട്ടാണ്. കാരണം ദയയുടെ മുന്നിൽ മിഥുനാണ്, അവനെ നേരിട്ട് കണ്ടാലേ ഇനി ദയയുടെ അസുഖം മാറുള്ളൂ എന്ന ആ ഒരു പരുവത്തിലായിരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സോനയെയും ഈ പറയുന്ന പ്രതിഭയെയും അവിടോട്ട് സുധൻ്റെ ഭാര്യയും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധൻ ഇങ്ങനെ കാര്യങ്ങൾ പറയണേ, എന്തായാലും ഈ സുശീലയുടെ ഒരു കാര്യം ആലോചിച്ച് വെക്കുകയാണ്. സുശീല എന്തായാലും ഈ വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങിയിട്ട് പിന്നീട് പോയത് മകൻ്റെ അടുത്തോട്ടാണ്. കാര്യം എന്ത് പറഞ്ഞാലും മകനോട് സ്നേഹമുണ്ടല്ലേ? സ്നേഹമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ദ്രൻ മധുരയിലോട്ട് പോയത് നന്നായി. ഇന്ദ്രൻ മധുരയിലോട്ട് പോയപ്പോൾ സുശീല അവിടെ ഉണ്ട്, നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോന പറയണം, അതൊരു കണക്കിന് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാൽ ഈ സമയം പ്രതിഭയുടെ അമ്മ പറയണം, മോളെ നിന്നോടൊരു കാര്യം പറയണ്ട. അപ്പോഴേക്കും സോന പറയണം, ഞാൻ ചായ എടുത്തിട്ട് വരാം, നിങ്ങളോട് സംസാരിക്കുന്നു പറയാം കേട്ടോ. അങ്ങനെ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, ഞാനേ നിൻ്റെ സ്വർണത്തിൻ്റെ കാര്യമാണ്, ഈ വാടക വീട്ടിലൊക്കെ എന്തിനാ സ്വർണം കൊണ്ടുവെക്കുന്നത് എന്നുണ്ട് സുശീല ഞങ്ങളോട് ചോദിച്ചു. അത് കേട്ട ഉടനെ പ്രതിഭയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. അമ്മേ, വാടക വീട്ടിൽ ആര് സ്വർണം കൊണ്ടുവെക്കുന്ന കാര്യമാണ് പറയുന്നത്? നിൻ്റെ സ്വർണം നീ ഇന്ദ്രന് കൊടുക്കുകയാണ്, സച്ചിയുടെ കടം വീട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അതുകൊണ്ട് ഈ അമ്മ ചോദിച്ചതാണ്. അത് കേട്ട ഉടനെ പ്രതിഭ പറയാണ്, മധുരക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രേട്ടൻ ആ സ്വർണം ഇവിടെ കൊടുന്ന് ഏൽപ്പിച്ചു എന്ന് പറയണ്ട. എന്താ നീ പറയുന്നതെന്ന് സുധൻ ചോദിക്കുകയാണ്. അച്ഛാ, ഇന്ദ്രേട്ടൻ മധുരക്ക് പോകുന്നതിന്
അതിന് മുന്നേ തന്നെ ആ സ്വർണ്ണം ഇവിടെ കൊടുന്ന് ഏൽപ്പിക്കുകയും സത്യേട്ടൻ അത് ലോക്കറിൽ വെക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കേട്ട ഉടനെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഈ വാടക വീട്ടിൽ എന്നൊക്കെ അമ്മ ഉദ്ദേശിച്ച എന്താണ്? അല്ല, ആണുങ്ങളില്ലാത്ത വീട്ടിൽ ആളുകൾ സ്വർണം കൊണ്ടുവന്ന് വെക്കൂ, അതുകൊണ്ട് കള്ളന്മാരൊക്കെ കയറില്ല, ആ അർത്ഥത്തിൽ അമ്മ പറഞ്ഞതാണ്. എന്താ അമ്മ ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ ആരെങ്കിലും സ്വർണം വെക്കും? അത്ര ബുദ്ധിയില്ലാത്ത ആണുങ്ങളാണോ ഒക്കെ പോകുന്നത്? അതുകൊണ്ട് ലോക്കറിൽ എൻ്റേതും വെച്ചു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മക്ക് ഒരുപാട് സമാധാനമാവാണ്. സുധനും പറയാൻ വാക്കുകളില്ല. എന്നാൽ ഈ സമയം പ്രതിഭ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്. അപ്പം നിന്നെ ഒന്ന് കാണുന്ന സുശീലയെ വരും വഴി കണ്ടപ്പോൾ ഇതൊന്ന് പറയാമെന്ന് കരുതി വന്നതാണ്. എന്തായാലും അമ്മയുടെ നടത്തം ഒരിക്കലും ശരിയല്ല കേട്ടോ. അമ്മ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാലിൻ്റെ വേദന കൂടുമെന്ന് പ്രതിഭ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രഘുനെയും വിനയനെയാണ്. അവരിങ്ങനെ ശബരിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവരെ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ സമയം അവരെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ അനിത സൽക്കരിക്കാനായിട്ട്, അപ്പോൾ അവർക്ക് ചായയൊക്കെ ഇങ്ങനെ അനിത ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം ശബരി പറയാണ്, ദയയുടെ മനസ്സ് മുഴുവൻ ആ മിഥുനാണ്, അവനെ കണ്ട് എന്നുള്ളതാണ്. അവളോട് എത്ര പറഞ്ഞാലും അവൾ വിശ്വസിക്കുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ അവളിത് പറഞ്ഞുള്ളൂ, ഈ നിതിൻ്റെ കാര്യം, നന്ദുവിൻ്റെ കാര്യം, നന്ദുവിനെ കൊന്നതാണെന്നൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ അവിടെ വിനയം പറയാണ്, എന്തായാലും ഇതിനൊരേ ഒരു പരിഹാരം ഉള്ളൂ, മിഥുനെ കണ്ടെത്തുക, അവനെ കണ്ടെത്തി ദയയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അമ്പിളി പറയണേ, അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ, എന്തായാലും വിനയനും ഇതിൽ പങ്കാളിയാണെന്നുള്ളത് ദയ മറിയട്ടെ, ദയ എന്തായാലും വിളിക്കുകയെന്ന് പറയട്ടെ. അപ്പോഴേക്കും അമ്പിളി പറയണേ, അത് വേണ്ട എന്ന് പറയണേ. അത് കേട്ട ഉടൻ തന്നെ ശബരി പറയണേ, ശരിയാണ്, ദയ ഇപ്പം എന്തായാലും വിളിക്കണ്ട, അവളവിടെ കിടന്നോട്ടെ. കാരണം ദയ വിളിച്ചു കഴിഞ്ഞാൽ, താഴത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് വിനയനെ അന്ന് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞതിൽ പിന്നെ ദയക്ക് നിന്നോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അത് കേൾക്കുന്ന അമ്പിളി പറയണേ, ശരിയാണ്, ചെറിയൊരു ദേഷ്യമുണ്ട്. അതുമാത്രമല്ല, നീ ഇപ്പോൾ നന്നായതൊന്നും അവൾക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ അവൾ കുറച്ച് നേരം പിടിക്കും, അതുകൊണ്ട് നിന്നെ കാണാതിരിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ വിനയം പറയണത് ശരിയാണ് എന്ന് വിനയനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയം പറയണേ, എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ മിഥുൻ എന്ന് പറയുന്നവനെ പെട്ടെന്ന് കണ്ടെത്തുക, എന്നിട്ട് ദയയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്ത് പ്രേതമല്ല ഒറിജിനൽ ആളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും പഴയ നിലയിലോട്ട് വരുമെന്ന് പറയുമ്പോൾ രഘുവിനോട് പറയണേ, രഘുവേട്ടൻ നമുക്കൊന്ന് സ്പീഡാക്കിയാലോ? അപ്പോൾ രഘു പറയണേ, ശരിയാണ്, സ്പീഡാക്കാം. അപ്പോഴേക്കും ശബരി പറയണേ, നമുക്ക് പോലീസിൽ അറിയിക്കാം എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, അത് വേണ്ട, പോലീസിൽ അറിയിച്ചാൽ ആകെ മൊത്തത്തിൽ നാറും, അതുകൊണ്ട് പോലീസിൽ അറിയിക്കാതെ അവനെ പിടികൂടണം. അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണേ, അവൻ എന്തായാലും പഞ്ചരത്നത്തിൽ എത്തിയെങ്കിൽ ദയുള്ള ചുറ്റുവട്ടത്ത് അവനുണ്ടാവും, അതുകൊണ്ട് തന്നെ അവനെ പിടിക്കണം, ഇത്തവണ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുതെന്ന് പറയണേട്ടാ. പിന്നീടാണെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ രഘുവും അമ്പിളിയും കൂടി ദയയായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് അനിത ദയക്ക് ചായ കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ചായ കിട്ടിയെന്ന് ശബരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ദയക്കാണ്, അത് വേണ്ട അനിതേച്ചി, ഇപ്പോൾ ചായ കൊടുക്കണ്ട, കാരണം ദയ അവിടെ ഉറങ്ങിയല്ലേ, ഉണ്ണിക്കുട്ടൻ താഴത്തെ റൂമിലും അല്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പിളി പറയണേ, ഞാൻ പോകുമ്പോൾ കൊണ്ടുകൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പിളിയും രഘുവും കൂടി ഈ ചായയുമായി ദയയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഓപ്പൺ ടെറസിൽ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ദയോട് പറയണേ, എന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ദയെ, നീ പഞ്ചരത്നത്തിലോട്ട് വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്, തണലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടൻ തന്നെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയണേ, എന്തിനാ എന്നെ എല്ലാവർക്കും അവിടെ ഇട്ട് തട്ടാനോ? എന്താ ദയ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ നിന്നെ ആ ആസ്പത്രിയിൽ വെച്ച് അങ്ങനെ കൈയൊഴിഞ്ഞത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛനെ ഞാൻ കുറ്റം പറയില്ല, അതിൽ ശബരിയേട്ടനല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ. ശബരിയേട്ടൻ എൻ്റെ ഭാര്യയാണെന്നുള്ള അധികാരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അവിടെ മിണ്ടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കും തോന്നി അച്ഛൻ്റെ കൂടെയല്ല ഇപ്പോൾ നിൽക്കേണ്ടത്, ഞാൻ ഇവിടെ ശബരിയേട്ടൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്, ശബരിയേട്ടനെ ഇങ്ങനെ ഇട്ട് ഇടങ്ങറാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ ആടി, നിൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയല്ലേ, ഇവിടെയുള്ളവരെല്ലാവരും എന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനാണ് നോക്കുന്നത്. അതന്നെ ഇനിയിപ്പോൾ അയാളുടെ ഭാര്യയും കൂടി വന്നാൽ കൂടുതലാവും എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, നീ ഇതൊന്നും ഇങ്ങനെ കാര്യമാക്കണ്ട, എല്ലാം കാര്യമാക്കി ഇരുത്താൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ, നീ എന്നെ നിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കേൾക്കുന്ന ദയ പറയണേ, എനിക്കറിയാം ഞാൻ എടുത്ത് ചട്ടിക്കാരിയാണ്, ആരോടും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോവില്ല, പക്ഷേ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ അങ്ങോട്ടും ചൊറിയെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന അമ്പിളി പറയണേ, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞു, നിൻ്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെ അങ്ങ് കരുതി അവരുടെ സ്വഭാവം നോക്കിയിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ, പിന്നെ നിനക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാമല്ലോ. അതുകൊണ്ട് ദയ നിന്നോട് ഞാൻ പറയുന്നത്, അവരുമായി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോഴേക്കും രഘു പറയണേ, ഇതൊരു പാവമാണ്. അത് കേട്ട ദയ മനസ്സുകൊണ്ട് പറയണേ, അവരുടെ സ്വഭാവം എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ എന്നിങ്ങനെ അനിത മനസ്സുകൊണ്ട് പറയുമ്പോൾ രഘു പറയണേ, അവരൊരു പാവമാണ്, അവരെല്ലാം അറിഞ്ഞും കൊണ്ട് നിനക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദയ, എല്ലാവരും പാവമാണ്, എല്ലാവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, നീ ഇതൊക്കെ ഇങ്ങനെ വിഷയമാക്കാൻ നിൽക്കാതെ നീ നിൻ്റെ കാര്യം മാത്രം, ഉണ്ണിക്കുട്ടൻ വളർന്നു വരികയാണ്, അവന് അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം, ശബരിക്ക് ബിസിനസ് വേണം, ഇതിനൊക്കെ നീ ഇവിടെ സഹിച്ച് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കൊരു ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.